വേണേ എന്നാ ചെയ് പെട്ടെന്ന് റെഡിയേ നമ്മളൊന്ന് പുറത്ത് പോവാം. ഫുഡ് പുറത്ത് കഴിക്കാം. റെഡിയാകും കേട്ടോ. ആ ശരി. ചിന്നോ പകർന്ന് പഴം മേടിച്ച് വായി വെച്ചേക്കുവാ. അമ്മച്ചിയുടെ പെണ്ണേ, അമ്മച്ചിയുടെ കുഞ്ഞാറ്റേ, ഇങ്ങോട്ട് നോച്ചേ. ആര് ഇങ്ങേറ്റ് വന്നു അമ്മയുടെ പൊന്നെ? അമ്മ വരുന്നില്ലേ? അങ്ങോട്ട് പോയി. ഇത് പോവാന്ന് പറഞ്ഞല്ലോ. എന്നെ കൂടെ അവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചായ അമ്മനെ കൊണ്ടുപോകണില്ലേ? എങ്ങോട്ട്? അതിപ്പോൾ നമ്മൾ പോകുന്നത് അമ്മയോട് പോകുന്നത് ഈ മഴയും പിടിച്ച് നടപടികളായിരുന്നല്ല. നീ വാ, നീ വരുന്നേ വാ. അതിപ്പോൾ അമ്മേനെ കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിനെ നോക്കാനോട് ആരെങ്കിലും ഉണ്ടോ? അല്ലാതെ ഇപ്പോൾ എല്ലായിടത്തേക്കും കെട്ടിയെടുത്ത് കളിച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന പരിപാടിയാണ്. നീ എന്നാ ഈ പറഞ്ഞു നടപടികളായിരുന്നല്ല, ശരിയാവില്ല. നീ വാ. അമ്മ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ അമ്മ. നല്ല അടിപൊളിയുണ്ട്. പക്ഷെ അമ്മേനെ കൂടെ കൊണ്ടുവരായിരുന്നല്ലേ, പാവം ഒറ്റയ്ക്ക് വീട്ടിലിരിക്കല്ലേ. അമ്മയ്ക്ക് പുറത്തുനിന്ന് ആരും എഴുതുന്നത് ചുമ്മാ സാധനമായിട്ട് കൊണ്ടാണെന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അമ്മയ്ക്ക് ഇവിടെ നിന്ന് കാണാൻ പോലും ഒന്നും എന്നെ കഴിക്കണമില്ല. അതൊന്നും ശരിയല്ല. അമ്മ വീട്ടിലുള്ളത് കഴിക്കുള്ളൂ. അതുകൊണ്ട് അത്ര മതി. 2 നമ്മുടെ പാഴ്സൽ വേണം കേട്ടോ. മറ്റേ ചേട്ടൻ കാണണ്ട, എൻ്റെ ഇതൊന്നും മതി. നീ എത്ര മേടിച്ച ഞാനില്ലല്ലോ. ഞാനതൊക്കെ വാങ്ങിച്ചു. ഇച്ചായി മേടിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇനി മേലിയിൽ എവിടെയെങ്കിലും പോകുമ്പോ അമ്മേനെ കൂട്ടാണ്ട് എങ്ങോട്ടും പോകണ്ട. നിന്നെ വളർത്തിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് വല്ല കാര്യം നിനക്കറിയാവോ? അമ്മയ്ക്ക് സ്റ്റാൻഡേർഡ് ഇല്ല പോലും. ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തടത്ത് എങ്ങനെ എന്നെ കൊണ്ടുവന്നേ? സ്റ്റാൻഡേർഡ് ഇല്ല പോലും. എന്നെ വളർത്തിയത് നിന്നെ വളർത്തിയത് ഒരുപോലെ അല്ലേ? എന്റെ അമ്മയെ വളർത്തിയത് കണ്ടുപഠിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പെരുമാറുന്നത്. അതുപോലെ ദേ ഇവിടെ ഒരാൾ വളർന്നു വരുന്നുണ്ട്. അപ്പൊ നിന്നോട് തിരിച്ചു പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇനി മേലിൽ എവിടെയെങ്കിലും പോകുമ്പോ അമ്മേനെ ഒഴിവാക്കും, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പോയേക്കും മേലിൽ. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് കൊണ്ടുപോകണ്ട എന്ന് അങ്ങനെ വിചാരിച്ചുള്ളൂ. അമ്മയ്ക്ക് വിഷമമായോ അമ്മ? പിന്നെ വിഷമമാകാതെയാ, എനിക്ക് വിഷമമൊക്കെ ആയി. വിഷമമായോ? എന്റെ മരുമോക്കൊഴിനോടുള്ള സ്നേഹം പോലും നിനക്കില്ലല്ലോ എന്നോട്. അതുകൊണ്ട് എനിക്ക് വിഷമം തോന്നി. ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ലെന്നേ. ക്ഷമിച്ചു. പോട്ടെട്ടോ. കണ്ടോ അവരുടെ സന്തോഷം. ഞങ്ങള് കഴിച്ചാ, നിങ്ങൾക്ക് മേടിച്ചോണ്ട് വന്നല്ലേ. എല്ലാ പച്ചിലയും ഒരിക്കൽ പഴുക്കും. നമ്മൾ എന്ത് ചെയ്തുവോ അതുതന്നെ നമുക്കും തിരിച്ചു കിട്ടും. നമുക്കും ഒരിക്കൽ പ്രായമാകും. എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് നമ്മുടെ മാതാപിതാക്കളെ എന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക.